അങ്ങോട്ടിരിക്കൂ. എന്താ റിയാസേ? ഈ തിരക്കേണ്ടതൊന്ന് കുപ്പിയുടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. എടാ വിവേകെ, ലക്ഷ്യബോധമില്ലാത്ത സമൂഹമാണ് അതിന്റെ തെളിവാണ് നീണ്ട. അത് ശരിയാണ്, എല്ലാവരും ലക്ഷ്യം ബോധം ഇല്ലാണ്ടാവുകയാണല്ലോ. സാധനം കിട്ടി, വാ പോവാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ പരിപാടി ഇനി അധികം നാള് പോകൂല. ഏത് പരിപാടി? ഈ കള്ളുകൂടി. അതെന്താടാ, എനിക്ക് വല്ല ലിവർ സിറോസിസ് ഉണ്ട്? ലിവർ സിറോസ് നിന്റെ അപ്പന്. ഞാൻ പണിയെടുക്കുന്ന കാശുണ്ട്, ഞാൻ തന്നെ ക്യൂവിൽ നിന്ന് ഞാൻ തന്നെ മദ്യം വാങ്ങിച്ചോണ്ട് വന്ന് നിന്നെയൊക്കെ കുടിപ്പിക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അത് ഇനി അധികം നാള് പോകില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായ? എന്റെ സൈറ്റ് ഒന്ന് ക്ലിക്ക് ആവടാ, പിന്നെ കേസ് കുപ്പിങ്ങടെ ഇറക്കല്ലേ. അതിന് ക്ലിക്ക് ആവണ്ടേ? നീ അതിന്റെ പേര് കേരള ഡയറീസ് എന്ന് മാറ്റി കേരള ആൻറ്റീസ് എന്നാക്ക്. എന്നിട്ട് ഈ അമ്പലത്തിന്റെയും കാവടിയുടെയും ആനയുടെയും പടമൊക്കെ മാറ്റി നല്ല ഒന്നാന്തര ആന്റിമാരുടെ കുളിസീനും കളിസീനും ഒക്കെ കാണിച്ചു കൊടുക്ക്. അപ്പൊ ക്ലിക്കാവും നിന്റെ സൈറ്റ്. എടാ റിയാസ്, നീ ഒന്ന് ക്ഷമിക്ക്. അച്ഛൻ ശാന്തിക്കാനല്ലായിരുന്നെങ്കിൽ ഞാൻ ക്യൂവിൽ നിന്നാനെ. അമ്പലത്തിൽ വരുന്ന ഒരു മോനെ ബീവറേജിന്റെ ക്യൂവിൽ കണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലടാ, അതുകൊണ്ടാ. ശാന്തിക്കാരന്റെ മോനും റിട്ടയർഡ് വില്ലേജ് ഓഫീസറിന്റെ മോനും ഡെയിലി കള്ളു കുടിക്കണം. അതാണ്. ഞാൻ ഒരു മുസ്ലിം ചക്കനാ, ക്യൂവിൽ നിന്ന് നിനക്ക് കള്ളു വാങ്ങിച്ചു തരുന്ന ഓർക്കണം. ഒരഭിമാനികൾ വന്നിരിക്കുന്നു. കുടിയല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അവളും പോയി. കുറെ കഷ്ടപ്പെട്ടാണ് ഇതിനെ ലൈനാക്കി എടുത്തത്. ഇപ്പൊ അവളെ പിക്കാൻ കാറുമായിട്ടല്ലോ തോന്നുന്നു. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. വിവേകെ, ഒന്നുമിൽ നല്ല കാറ് വേണം, ഇല്ലെങ്കിൽ നല്ല മോറ് വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ വലിയ പാടാ. നിനക്കിത് രണ്ടും ഉണ്ടല്ലോ. ഓ, Cheers. Cheers. വെറുതെ വിശപ്പൂട്ടിന്നല്ലാണ്ട് അടിച്ചിട്ടൊന്നും ആയില്ല. ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര കാശുണ്ട്? ഒറ്റ പൈസ ഇല്ല. അതങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി, ഫിറ്റായി കൂടും. നീ അങ്ങനെയാണോ? വെറുതെ അല്ല. ഈ പറഞ്ഞോളി നീ എടുത്തോ, എനിക്കത് വിട്ടാൻ വയ്യ. വിവേകൻ, നാളെ രാവിലെ 7 മണിക്ക് തന്നെ സൈക്കിൾ കൊണ്ടുവരണം. രാവിലെ തന്നെ സൈക്കിൾ എടുക്കാൻ ആളെത്തും. ഓക്കെ തന്നെ. ആ വിട്. എന്ത് സൈക്കിളാണ് ഇത്? എന്താണ് ഔട്ടാന്ന് പറഞ്ഞൂടാ.
ഓ എത്തിയോ? എടാ, ആ റഫീഖിന്റെ വീട്ടിൽ പണിക്കുകയെല്ലാമോന്ന് അവന്റെ കെട്ടിയോൾ എന്നോട് ചോദിച്ചു. എന്നിട്ട് ഉമ്മ എന്ത് പറഞ്ഞു? ഓ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താ? ഞാൻ വീട്ടുജോലിക്കൊന്നും പോകുന്നില്ല. വാപ്പ ഇട്ടേച്ച് പോയ പിന്നെ വീട്ടുവേല എടുത്താ നിന്നെ ഞാൻ വളർത്തിയത്. ഇനി നീ പണിയെടുത്ത് എന്നെ നോക്ക്. ഇപ്പൊ പിന്നെ ഞാനല്ലേ നോക്കുന്നത്? ആ, അതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ പണിക്ക് പോയാ നിനക്ക് കിട്ടുന്ന കാശ് മുഴുവൻ നീ കള്ളു കുടിച്ച് തീർക്കും. അതുകൊണ്ടാ പോവാത്തെ. ശരി ശരി, ഉമ്മ ചോറ് വിളമ്പു. ഇന്നും മിനിങ്ങിട്ടുണ്ടല്ലോ. ആ, കൂട്ടും കൂടി കള്ളും കുടിച്ചിങ്ങനെ നടന്നു നീ. ഒന്നും മിണ്ടായി. ഓ, വന്നോ? നീ എന്തിനാടാ എന്നും ഈ ഇല പൊട്ടിച്ച് ചവയ്ക്കുന്നേ? ഇരിയഞ്ചിയുടെ ഇല ചവക്കണത് പല്ലിനല്ലാന്ന് അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. മോൻ കുടിച്ചോ. സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്. വിരിയാൻ തുടങ്ങുന്നതിന് മുൻപേ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം 11 മണിയോടുകൂടി തന്നെ സമരം നടക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അങ്കിളിനെ കണ്ടു. അദ്ദേഹം ഒരു അച്ഛനമ്മയ്ക്ക് ഉറങ്ങിയോ? പിന്നെ ഉറങ്ങാതെ. അച്ഛന് രാവിലെ അമ്പലത്തിൽ പോണ്ടതല്ലേ? എന്നാ കുറച്ച് ചോറെടുത്ത് വെക്കി. നീ ഇരിക്കേ. നീ എന്തിനാ റിയാസിന്റെ കടയിൽ പോയിരിക്കുന്നേ? നേരത്തിനും കാലത്തിനും ഇങ്ങ് പോന്നൂടെ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ച നേരത്തെ വല്ല ബിസിനസ്സും ചെയ്താൽ മതിയായിരുന്നു. നിന്നെ പഠിപ്പിച്ച കാശ് തന്നെ അച്ഛൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാലോ. പോരാത്തതിന് നിന്നെ ഗൾഫിൽ അയക്കാൻ 1 ലക്ഷം മേടിച്ചതിന്റെ പലിശ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുക ആ പാവം. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ ടെൻഷൻ ആക്കലടി. നീ ആ ബീഫ് ഫ്രൈ എടുത്ത് കുറച്ച് വിളമ്പിയേ. ആ റിയാസേ, ഗുഡ് മോർണിംഗ്. എന്താ മാനേജറെ രാവിലെ തന്നെ? ഞാൻ റിയാസിനെ കാത്തു നിൽക്കായിരുന്നു. ബൈക്കിൽ ആരും തീരെയില്ല. ഒന്ന് അടിച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ? ഇതെന്താ കട തുറക്കാൻ ലേറ്റായോ? ആ, കുറച്ച് ലേറ്റായി. ഇന്നെന്താ മാനേജറെ, റിസോർട്ട് ഗസ്റ്റ് വല്ലവരുണ്ടോ? ആ, കുറെ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിലൊരുത്തി ഒന്ന് കൊത്തിയിട്ടുമുണ്ട്. അവളെ ഞാൻ വെള്ളച്ചാട്ടം കാണിക്കാൻ കൊണ്ടുപോകാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവള് വരാന്ന് പറഞ്ഞു? പിന്നെ അല്ലാതെ. അവളെ ഞാൻ വെള്ളച്ചാട്ടവും കാണിക്കും, കാടിന്റെ അന്തരാത്മാവും കാണിക്കും. മാനേജർ സാറിന്റെ ഒക്കെ ഒരു ഭാഗ്യേ. നമ്മളൊക്കെ ഇങ്ങനെ കാറ്റു അടിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷെ റിയാസേ, നമ്മളെ നാട്ടിൽ കുറെ സദാചാര പോലീസുകാരുണ്ടല്ലോ. അവരെ ശല്യം ഭയങ്കരമാണ്. ഞാൻ ഈ ഹെൽമെറ്റ് ഊരിയ അപ്പൊ അവരെന്റെ പുറകെ വരും. ശല്യങ്ങൾ. അപ്പൊ ശരി, അല്പം ബിസിയാണേ. പിന്നെ കാണാം. നടക്കട്ടെ നടക്കട്ടെ. അയ്യോ, ഇന്നുണ്ട് തെറിയേക്കുമല്ലോ. റിയാസേ, അമ്മക്ക് നടുവേന കൂടി. ഞാൻ ചൂട് പിടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരാട്ടാ. ആ ശേ, അമ്മ എന്റെ ചൂടാറിപ്പോയല്ല. നീ എനിക്ക് ചൂട് പിടിച്ചോണ്ടിരുന്ന എങ്ങനാ? അത് ആറിപ്പോവില്ലേ? വേണം കുടിച്ചിട്ട് എന്നിട്ട് പോടാ. ഇതാണോ ഈ വിവേകിത എവിടെ പോയി കിടക്കാണ്? സൈക്കിൾ റെഡിയാണോടാ? സൈക്കിളൊക്കെ റെഡിയാ. പക്ഷേ എന്താണ് ഒരു പക്ഷേ? സൈക്കിളാ ഇപ്പൊ തന്നെ വൈകി പണിക്കോളാ. ചേട്ടാ, നമുക്കൊരു ചായ കുടിച്ചാലോ?
സൈക്കിൾ ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് വിട്ടിരിക്കാം, കുഴപ്പമുണ്ടോ? എടാ റിയാസ്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ രാവിലെ തന്നെ തരണോന്ന്. എടാ പണിക്ക് കയറാൻ സമയമായിരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ പട്ടി? എടാ നമുക്ക് നടുവേനായിരുന്നു. എടാ ടയറിൽ ഒട്ടും കാറ്റുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഗട്ടറി കൂടിയൊക്കെ ഓടിച്ചപ്പോൾ ഇതിന്റെ ടയറും റിമ്മും ട്യൂബും ഒക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് നീ നല്ലൊരു ബില്ല് മേടിച്ചോ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ നടത്തി ചെയ്യാൻ പറ്റുള്ളൂ. അതേടാ, എല്ലാം മാറ്റിക്കോ. പക്ഷെ ഒറ്റ ചില്ലി കാശ് ഞാൻ തരൂല. വൈകിട്ട് വന്നിട്ട് ബാക്കി. ഇപ്പൊ ഞാൻ പോണ്, അല്ലെങ്കിൽ നീയൊക്കെ കാരണം എന്റെ പണിയും പോകും. അയക്കെന്താ പണി? ഇറച്ചി വേട്ടാ. അയ്യോ, എന്താടാ അയാൾക്ക് സൈക്കിൾ വേണ്ടേ? നീ ഈ വീലിന്റെ കോലം കണ്ട കണ്ണിച്ചോര ഉള്ളത്തിനാണെങ്കിൽ ഈ സൈക്കിളും ചവിട്ടിക്കൊണ്ട് വരുമോ? അതെങ്ങനെ? ഇന്ന് കൈനീട്ടം തന്ന മാനേജർ തെണ്ടിയാ. അവൻ ഇന്നും ഏതോ ഗസ്റ്റിനെ കൊണ്ട് ബൈക്കിൽ വെള്ളച്ചാട്ടം കാണിക്കാൻ പോകുന്നുണ്ട്. അവൻ്റെ ഒരു പണി കൊടുക്കണോട്ടാ. സഹിക്കാൻ പറ്റണല്ല. കണ്ണി കണ്ട വാരത്തന്മാരൊക്കെ നമ്മളുടെ മുന്നിൽ കിടന്നാ വിലസണത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മേലെ നീ ഇവിടുന്ന് വണ്ടി എടുത്തു പോയാ എന്താടാ വിവേകത്? മിണ്ടരുത് നീ. നാട്ടുകാരെ തെറി മുഴുവൻ കേൾക്കുന്ന ഞാനാ. നീ പോ തുറന്ന് എനിക്ക് കുരിശാ. ഞാൻ ഇനി എടുക്കും. നീ എടുക്കുമല്ലടാ. സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ശുദ്ധിയായിരിക്കട്ടെ മക്കളെ. കർത്താവേ, പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി. ഒരാഴ്ച. ഇപ്പൊ എത്ര നാളാച്ച ജ്വരം വന്നു? ഒരു വാരമാ. ഓ ആ, സുശീല വന്നോ? സിസ്റ്ററെ, സുശീലക്കുള്ള മരുന്ന് കൊടുത്തോളൂ. അകത്തേക്ക് പോക്കോളൂ. മോളെ, മരുന്നിനുള്ള കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. അതൊന്നും കുഴപ്പമില്ല. സുശീലയുടെ അടുത്ത് ഇപ്പം ഈ മരുന്ന് കൊണ്ടുപോയിക്കോളൂ. തൽക്കാലം കാശ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വെച്ചോളാം. ശരി. നെറ്റ് ഭയങ്കര സ്ലോ ആണ്. നീ ഇതിൽ കാശ് അടച്ചിട്ടുണ്ടാ? ഇല്ലെങ്കിൽ പിന്നെ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ. അയ്യോ, സാറ് വെയിറ്റ് ചെയ്യണമെന്ന് ഒരു തീർപ്പത്തില്ല. ചെല്ലി പോ. ഞാൻ തമാശ പറഞ്ഞാലടാ, നീ സീരിയസ് ആക്കി എടുത്താ. നമുക്ക് വെയിറ്റ് ചെയ്യടാ. ആണാ? ആ ചേട്ടാ, വെള്ളച്ചാട്ടത്തിലേക്ക് എങ്ങനെയാ പോവാ? നേരെ പോയാ മതി. നേരെയോ? ആ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓ, എന്ത് ഡ്രസ്സാണ് അവൾ ഇട്ടേക്കണത്. ഇതിനെയൊക്കെ എങ്ങനെ പീഡിപ്പിക്കാണ്ടിരിക്കണത്? എന്നിട്ട് ഇത് കണ്ട് നമ്മളൊന്ന് തൊടേ പിടിക്കുകയോ ചെയ്താ പീഡനായി, കേസായി, എന്തൊക്കെ പങ്കപ്പാടപ്പാ. ആ, വീഡിയോ എങ്കിൽ വീഡിയോ. റിയാസേ, റെഡിയാടാ? വാ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്. ഫാമിലി പടമാണ്, ബിറ്റൊന്നുമില്ല. വെയിറ്റ് ചെയ്യ, തുടക്കത്തിൽ തന്നെ ബിറ്റുണ്ടാവും. നാട് ബിരിയാണി ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി. അവൻ പലക്കും എടുത്തോ എടുക്കടാ, മിണ്ടല്ലടാ. ഇങ്ങനെ ഒളിച്ചിരുന്ന് സീൻ പിടിക്കാനാണ് നമ്മുടെ യോഗം. പിന്നെ ഇതുകൂടി പറ്റാത്ത എത്ര പേരുണ്ടെന്നറിയോ? ഇനി വേണ്ടടാ, വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ?
എങ്ങനെയെങ്കിലും നമുക്കൊരു പെണ്ണിനെ പൊക്കണം. കാശില്ലെങ്കിൽ പെണ്ണില്ല. നമ്മളെയൊന്നും ഒരു പെണ്ണിനും വേണ്ട. കാശ് കൊടുത്ത് പൊക്കാടോ ഒരു ദിനെ. അതിന് നമ്മളെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്? അതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ എങ്ങനെ ഇതൊന്നും നടത്താൻ പറ്റുക? അതിനൊക്കെയുള്ള ആളെ ഞാൻ കണ്ടുപിടിച്ചു തരാം. നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത സാധനം ഉണ്ടാ. എന്നാ നീ ഒന്ന് സെർച്ച് ചെയ്യും, എന്നിട്ട് അയാളോട് ചോദിക്കുക എന്ത് ചെലവ് വരും. ബാക്കി പിന്നെ എന്താ റിയാസ്, ഇതൊക്കെ നടക്കും. വെറുതെ ആശിപ്പിക്കരുത്. നോക്കാടാ നമുക്ക്. ആദ്യം ഇവന്റെ ഒരു മാമേത്തപ്പെട്ട് അല്ലേ? ആ ഓക്കെ വാ. എന്തെങ്കിലുമൊക്കെ നടന്നാ മതിയല്ലോ. എടാ ആ മാനേജർ വയ്ക്കില്ലേ വന്നിട്ട് ഒരു പണി കൊടുക്കണോട്ടാ. ഹെൽമെറ്റ് ഇല്ലാണ്ടാവും പെണ്ണിനെ പുറകിലേക്ക് എന്തായാലും പോവില്ല. അതില്ല. എന്നാ പിന്നെ അവള് അവനിവിടെ കിടക്കട്ടെ. കിടക്കട്ടെ. അല്ല പിന്നെ ഈ വിവേകിത എവിടെ പോയി കിടക്കാൻ? എഴുന്നേറ്റ് കാണൂല. അതെങ്ങനെ? രാത്രി ഉറക്കൂലല്ലോ. ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോഴല്ലേ ഒന്ന് ഉറങ്ങണത്. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. വേടാ സുശീലടത്തി പണ്ട് ഇവരുടെ വീടിന്റെ മുന്നിൽ ആണുങ്ങളുടെ ചെരുപ്പ് കണ്ടാലേ മറ്റുള്ളവർ മിണ്ടാതെ മാറിക്കും. അത്രയ്ക്ക് വിശാല മനസ്കാരായിരുന്നു സുശീലടത്തിയും അവരുടെ കസ്റ്റമേഴ്സും. അതൊക്കെ ഒരു കാലം, ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്നൊക്കെ പറയുന്ന പോലെ. എന്താണിത്? 10-65 വയസ്സായ സുശീലത്തിന് പോലും വെറുതെ വിടൂല. അവരെ വെറുതെ വിട്ട 3 പേരുള്ളൂ ഈ നാട്ടില്. അതാര്? അത് നമ്മൾ 3 പേരാണ്. അപ്പൊ നിന്റെ അച്ഛനും അത് വിട്. നിനക്ക് ഏതെങ്കിലും ഒരു തന്റെ നമ്പർ കിട്ടിയ അത് പറ. ഓരോരുത്തരെ കിട്ടിയുണ്ട്. സമയം കളയാതെ വിളിക്കടാ. ക്രിസ്റ്റി എന്നാണ് അയാളുടെ പേര് നെറ്റിൽ കിടക്കണത്. എന്നാ ക്രിസ്റ്റി മാമ അല്ലേ ചോദിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. ഹലോ, അതെ ക്രിസ്റ്റിയാണ്. എന്ത് നെറ്റ് നിന്റെ നമ്പറാണെന്നോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. സംഭവമൊക്കെ സൂപ്പറാണ്. ഒരു 10,000 രൂപ, അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിനകത്ത് റൂം റെന്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചെറിയ സ്നാക്സ് എല്ലാം അതിൽ വരും. അല്ല നിങ്ങൾ എന്നാ വരുന്നത്? ഓ എന്ന് ചെല്ലുമെന്ന് വരുന്നു. അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ഇതേ ദിവസം വരാം. ആ ഉച്ചകഴിഞ്ഞ് 3 മണി. ഓക്കെ. ഓ ഒരു മാന്യൻ, വളരെ നല്ല മനുഷ്യൻ. ഒരു പെങ്ങളുണ്ടായിരുന്നു കെട്ടിച്ചു കൊടുക്കാൻ. അതെ, അളിയനും അളിയനും ചേരുമല്ലോ. രണ്ടുപേരും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. അപ്പൊ സന്തോഷത്തിന്റെ ദിവസം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായിട്ടും. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്ന അടുത്ത ആഴ്ച നമ്മൾ തകർക്കും. ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും, അല്ലെങ്കിൽ നമ്മൾ നടത്തും. എന്താ സംശയം ഉണ്ടാ? സംശയം 10,000 രൂപ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ്. നന്നാക്കാൻ തന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്ത 4-5 സൈക്കിളുണ്ട് ഇവിടെ. അതെടുത്ത് വിൽക്കാം. അതിന്റെ ഉടമസ്ഥർ വന്നാലല്ലേ അതപ്പ നോക്കാം. അമ്പലത്തിൽ 4-5 മൊന്തൂരിൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതെടുത്ത് വിൽക്കാം. ഗുഡ് ഐഡിയ. എന്നാലും കാശ് കഴിയൂല. പിന്നെ നിന്റെ ലാപ്ടോപ്പ് വിൽക്കാം. എന്താ ഓളതുഷ്ട? എന്റെ ജീവിതമാർഗോടത്. തൽക്കാലം നീ അത് വിൽക്ക്. നിന്റെ സൈറ്റ് ക്ലിക്കായി നമുക്ക് വേറെ മേടിക്കാലോ. വിൽക്കാലേ? ആ ഇപ്പൊ നമ്മുടെ കാര്യം നടക്കട്ടെ. എന്നാലും പൈസ തകയെന്ന് തോന്നുന്നു കേട്ടോ. അതിനൊക്കെ വഴി ഉണ്ടാക്കാടാ. നീ ഇപ്പൊ അതെടുത്ത് അടിച്ചേ. 10,000 രൂപയുടെ പെണ്ണെന്നൊക്കെ പറഞ്ഞ നല്ല ആറ്റം ചരക്കായിരിക്കും അല്ലേ? പിന്നല്ലാതെ നമ്മ തകർക്കും. അതെ, ഒരു ലാപ്ടോപ്പ് കൊടുക്കാണ്ടായിരുന്നു. ഇവിടെ എടുക്കുമോ? ഏതിന്റെ കാണിച്ചേ നോക്കട്ടെ. HP ആണ്. കാണിച്ചേ. എത്ര രൂപ കിട്ടും? ഒരു 3 രൂപ. ആ എടുക്ക്. പിടിച്ചേട്ടാ. ഇത്രേ ഉള്ളോ? റബ്ബർ ഷീറ്റാ വേണ്ടേ? 10 വയസ്സ് ഗുണമില്ലാത്തവരെ സാധനമായിട്ട് വരും. പൈസ തികയില്ലല്ലോ. സാരമില്ല,
നാളെ വേറൊരു പണിയുണ്ട്. ശരിയാണ്. അങ്ങനെ നമ്മളും വഴിതെറ്റാൻ പോകുന്നു. വഴിയൊന്നും തെറ്റൂല, കറക്റ്റ് വഴിയല്ലേ ക്രിസ്റ്റി പറഞ്ഞേക്കണ്. അല്ല, ഈ ക്രിസ്റ്റി അവിടെ കാണുമല്ലോ അല്ലേ? പിന്നെ അയാൾ അവിടെ ഇപ്പോഴേ വെയിറ്റിംഗ് ആണ്. ചേട്ടാ ഇവിടെ നിർത്തിക്കും. എത്രയായി? 50 രൂപ. ഇയാളും ക്രിസ്ത്യൻ തോന്നുന്നു. പറഞ്ഞറിയാളം വെച്ച് നോക്കുമ്പോൾ വീട് തന്നെ. ഒരു ക്രിസ്റ്റി അറിയൂ? അയ്യോ, ഞങ്ങളും ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആളെ അന്വേഷിക്കണത്. ആണോ? എങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്റ്റി ഞാൻ. അപ്പൊ അറിയോന്ന് ചോദിച്ചാൽ എന്തിനാ? ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ വേണം മോനെ. യാത്രയൊക്കെ സുഖമായിരുന്നു? ആ, വളരെ സുഖമായിരുന്നു. എനിക്കോ സമയം കളയണ്ട. ആ, വാ, അന്ന് അടച്ച കേട്ടോ. ആരാ ഇവരൊക്കെ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പാർട്ടി വരുമെന്ന്. അവരാ? ആ, ഇവർ 3 പേരുണ്ടോ? ആ, ബാ അകത്തേക്ക് കയറ്. പിന്നെ ഞാൻ ആ ബാർബർ ഷോപ്പിൽ കാണാം. എന്റെ കാശ് അവിടെ എത്തിച്ചേക്കണം. ഓ, കേറ് കേറ്. ചേട്ടാ, ആ, ആരാ അത്? അതോ, നിങ്ങളകത്ത് കാണാൻ പോകുന്ന പെണ്ണിന്റെ ഭർത്താവാണ് ആ പോയത്. ഭർത്താവാ? കാശിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. വാ, അകത്തേക്ക് വാ, ഇപ്പൊ തന്നെ സമയം വൈകി. വാ. പ്ലീസ് കം. ഇരിക്കൂ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ റിയാസ്. എന്റെ പേര് കൃഷ്ണകുമാർ. ഐ എം വിവേക്. ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ സ്വഭാവം പണ്ടേ ഇല്ല. എന്നാലും പറയാ, കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിലാക്കട്ടെ. ശുഭസ്യ ശീക്രം എന്നാണല്ലോ. പിന്നെന്താ, ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങൾ ആ പേയ്മെന്റ് തന്നായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയിരുന്നു. വേറെ അറേഞ്ച്മെന്റ്സ് ഉണ്ടേ, അതുകൊണ്ടാ. അല്ല, ഇതിനകത്ത് ആരാ ആവശ്യക്കാരൻ? 10,000 രൂപയ്ക്ക് ഒരാൾ ആവശ്യമായി നടക്കും. ആ, അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങൾ 3 പേരും അത്യാവശ്യക്കാരാണ്. അതെങ്ങനെ ശരിയാവുന്നേ? 3 പേർക്ക് 30,000 രൂപ വേണം. 30,000 രൂപ? ആ, വിവേക്, ഇയാൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണല്ല. ചേട്ടാ, ഞങ്ങളുടെ 10,000 രൂപ ഉള്ളൂ. അങ്ങനെയല്ലേ ചേട്ടാ പറഞ്ഞത്? ഞാൻ ഒരാൾക്ക് 10,000 രൂപ ഞാൻ പറഞ്ഞു. ഞങ്ങൾ കരുതി 3 പേർക്കാണെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് പോളും, ഒന്ന് പറയട്ടെ, കാല് പിടിക്കാം. മാർക്കറ്റ് ഇടിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. എടോ ക്രിസ്റ്റി, താൻ കാരണം എന്റെ സമയം പോയത്. എവിടുന്ന് കിട്ടിയടോ ഈ ദരിദ്രവാസികളെ? അങ്ങനെ പറയരുത് ചേച്ചി. ഈ 10,000 തന്നെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഒന്ന് സഹരിച്ചൂടെ പ്ലീസ്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് പെങ്ങളെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അയ്യേ, ഇറക്കി വിടൂ ഇവന്മാരെ. അയ്യോ പോലെ പ്ലീസ്. എന്റെ ദേഹത്തോട്ട പീഡനത്തിന് കേസ് കൊടുക്കും.
താത്തി വെച്ചോ. ഉം. അയ്യോ ചേട്ടാ, ഇത് 2000 രൂപയല്ലേ? അതെ, ഇത് തന്നെ തിരിച്ചു തരാൻ പാടില്ലാത്ത. പിന്നെ നിന്റെയൊക്കെ അവസ്ഥ കണ്ട് തരുന്നയാ. റൂം റെന്റും വെയിറ്റ് ചാർജും സ്നാക്സും കൂട്ടി കഴിഞ്ഞാലേ കാശ് ഇങ്ങോട്ട് വേണ്ടി വരും. എന്നാ പിന്നെ ഇതും കൂടി അങ്ങോട്ട് വെച്ചിട്ട് ടച്ചിങ് എന്തെങ്കിലും നടക്കോ? നിന്ന് സമയങ്ങളെ പോകാൻ നോക്കടാ, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. വാ പോവാ. എൻ്റെ ലാപ്ടോപ്പ് തിരിച്ചു മേടിക്കണോട്ടാ. നിക്കടാ എവിടെ? നീയൊക്കെ ഇത് എവിടെയായിരുന്നു? അത് പിന്നെ അത് ചേട്ടാ അത്യാവശ്യം ടൗൺ വരെ പോയതാ. എന്നിട്ട് പോയാലും എന്തായി? ഗംഭീരമായി. ആ അതെ, ഈ സൈക്കിൾ ഒന്ന് നേരെയാക്കണം. നിനക്കിത് നേരെയാക്കാൻ പറ്റുമോ? എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചു? സൈക്കിൾ നന്നാക്കലല്ലേ എൻ്റെ പണി. അതല്ലടാ, ഞാനിത് തായ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചതാ. ഫോറിൻ ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. തായ്ലൻഡിൽ പോയി സൈക്കിൾ വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ ചേട്ടാ? നമ്മുടെ നാട്ടിൽ നല്ല ഒന്നാം തരം സൈക്കിൾ കിട്ടൂലേ? നിങ്ങളൊക്കെ ഏത് നാട്ടുകാരടാ പൊട്ടന്മാരെ? തായ്ലാൻഡിൽ പോണേ എന്തിനാ? സൈക്കിള് മേടിക്കാൻ. തായ്ലാൻഡിൽ പോകുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കാണ്. പക്ഷേ അത് നമ്മുടെ ഭാര്യമാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അതും ഇതൊക്കെ മേടിച്ചിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. കേട്ടൊക്കെ സത്യാണല്ലേ? എന്ത്? അവിടെ സെക്സ് ടൂറിസം ആണല്ലേ? പിന്നല്ലാതെ. അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ ഇന്ത്യൻ റുപ്പി 500 കൊടുത്താ ഏത് പെണ്ണും കൂടെ പോരും. വെറും 500? സത്യം? അതേടാ. ചേട്ടാ വെറുതെ ആളെ മണ്ടന്മാരാക്കരുത്. വെറും 500 രൂപക്ക് കാര്യം സാധിക്കുമെന്നാ? മക്കളെ, അതാണ് റെഡ് സ്ട്രീറ്റിന്റെ പ്രത്യേകത. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. മാർക്കറ്റിൽ സാധനം ഉണ്ടെങ്കിൽ വില കൂട്ടാൻ പറ്റില്ലല്ലോ. ദേ നോക്ക്. കൊച്ചു കള്ള. വല്ല ബാങ്കോക്കിലും ജനിച്ചാ മതിയായിരുന്നു. അതെ. നീ സൈക്കിൾ നേരെ നോക്ക്, ഞാൻ പിന്നെ വരാം. ശരി, നന്നാക്കി വെക്കാം. മൊബൈൽ കാണാ. അത് ശരി, നന്നാക്കി വെച്ചേക്കാട്ടാ. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ബാങ്കോക്ക് വരെ പോണം. ഇവിടെ ചാലക്കുടി പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. വെറുതെ നെഗറ്റീവ് അടിക്കലടാ. എന്തായാലും കുറച്ച് കഴിയട്ടെ. ആവശ്യമില്ല സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. സഖാവ് രാഘവന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നാളത്തെ ധർണയ്ക്ക് നമ്മൾ പരമാവധി ആൾക്കാരെ സംഘടിപ്പിക്കണം. അതൊക്കെ ശരിയാണ് സഖാവേ. പക്ഷേ പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമാണ് ഏറ്റെടുക്കുന്നത്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്നാണ് ജനം പറയുന്നത്. ജനം അങ്ങനെ പലതും പറയും. എടാ വിവേകെ, ഇങ്ങ് വന്നേ. നീയൊക്കെ ഇങ്ങനെ പാർട്ടി പരിപാടികളിലൊന്നും സഹകരിക്കാൻ നടക്കുന്നത് ശരിയല്ല കേട്ടോ. നമുക്കൊരു സംഘടനാ ബോധം വേണ്ടേ? എന്റെ സദാശിവൻ ചേട്ടാ, ഈ സംഘടനയിലൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സമയം വേണ്ടേ? സമയം കണ്ടെത്തണം. നാളെ ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താലൂക്കിന്റെ മുന്നിൽ ഒരു ധർണയുണ്ട്. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. സഖാവേ, ഒരു റെഡ് സ്ട്രീറ്റ് വേണമെന്ന് പറഞ്ഞ് സമരം നടത്ത്. ഞങ്ങളെല്ലാം വരാം. അയ്യേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതൊക്കെ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളാണോ? ഏതായാലും നമുക്ക് സമരം മുഖത്ത് വെച്ച് കാണാം. വാടോ. നിന്റെ വേറെ പണിയില്ല. ഈ റെഡ് സ്ട്രീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനകീയ സമരം നടത്തിയാലോ? അതാവുമ്പോ കുറച്ച് ചെറുപ്പക്കാരെ കിട്ടും. താനൊന്നും ഉണ്ടായി നടന്നേ. ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരും. ഇന്നത്തോടുകൂടി എനിക്കൊരു കാര്യം ഉറപ്പായി. നമുക്കാരും ഒന്നും വെറുതെ തരാൻ പോകുന്നില്ല. സഖാവ് പറഞ്ഞ പോലെ നമ്മളെല്ലാം പൊരുതി നേടണം. സ്വമനസാലെ ഒരു പെണ്ണും വരില്ലടാ. നമുക്ക് വേണ്ടത് നമ്മൾ ബലമായിട്ട് തട്ടിയെടുക്കണം. ഞാനും ഇപ്പൊ അതിനെ മനസ്സിലാലോചിച്ച് ബലം പ്രയോഗിക്കാണ്ട് ഒരുത്തിയും വഴങ്ങൂല വൃത്തിയായിട്ടുള്ളമാര്. നീയൊക്കെ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ബലാത്സംഗം ചെയ്യാനാ? പോലീസ് പിടിച്ച് ഇടിച്ച് എല്ലൊടിക്കും. അതോടുകൂടി എന്നെ ദുബായ് പോക്കും മുടങ്ങും. പോലീസ് പിടിക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കും. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ല അതാ. അല്ലെങ്കിൽ തന്നെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ പോലീസ് പിടിക്കണ്ട. ആ മാനേജർ ഇനി കാട്ടിലേക്ക് ഒരുത്തിനും കൊണ്ട് വന്നാ നമ്മൾ അവളെ പൊക്കും. അപ്പൊ മാനേജറോ? അത് റിസ്ക് അല്ലേ? രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ കൊണ്ടാവോ? അത് വേണ്ട റിയാസ്. ഒരു റിസ്കും ഇല്ലാത്ത ഒറ്റയ്ക്ക് വരുന്ന ഒരുത്തിണ്ടെങ്കിലാ? ആരാടത്? അതൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അവളാവുമ്പോ ഒരു ഈച്ച പോലും അറിയില്ല. നീ മനുഷ്യനെ ടെൻഷനാക്കാതെ ആളാരാണെന്ന് പറ. അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? നീ ക്ഷമിക്ക്.
ആളെ ഞാൻ നാളെ നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. വാ. ഇപ്പൊ വരും. എന്റെ പൊന്നു വിവേകെ, നീ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ്. കുറെ നേരമായല്ലോ ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ഇരുത്താൻ തുടങ്ങിയിട്ട്. എപ്പോ വരുമെന്ന് പറ. അതേ ഞാനല്ല അവിടെ നിന്ന് വരണത്. വെയിറ്റ് ചെയ്. എന്നാ ആരാ വരുന്നതെങ്കിലും പറ, വെറുതെ ആളെ മെനക്കെടുത്ത്. നോക്കടാ. എടാ വിവേകെ, നിന്നെ സമ്മതിച്ചടാ. പേരെന്താണ്? ഹരിപ്രസാദ്. ഹരി. എത്ര വയസ്സായി? 38. 38. ഇപ്പൊ ഈ ഗ്യാസിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? 3 ആഴ്ചകളായി. 3 ആഴ്ചയോളായി. എന്നിട്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ചോ? കഴിക്കുന്നുണ്ട്. കഴിക്കാറുണ്ട്. അനീറ്റ, ആ ഞാൻ ഇറങ്ങാണ്. ശരി സിസ്റ്റർ. സിസ്റ്ററേ, സിസ്റ്ററേ, സിസ്റ്ററെ, എനിക്ക് കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല, ഒന്ന് നോക്കുവോ? അയ്യോ, തെരേസ സിസ്റ്റർ പോയല്ലോ. സഹിക്കാൻ പറ്റാത്ത വേദനയാ സിസ്റ്ററെ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാനല്ല ഇവിടെ ട്രീറ്റ് ചെയ്യുന്നേ. അതൊന്നും സാരമില്ല, ഇവിടെ വല്ല കുഴമ്പോ തൈലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുരട്ടിത്താ സിസ്റ്ററെ. ഒന്ന് നോക്കട്ടെ. അങ്ങോട്ടിരിക്കൂ. ഇന്നിനി തല നനയ്ക്കണ്ട, വേദന മാറിക്കോളൂ. നാളെ തെരേസ സിസ്റ്റർ വരുമ്പോ ഒന്ന് വന്നോളൂ. ശരി സിസ്റ്റർ. കാശ് എത്രയായി? ഓ, അതൊന്നും സാരമില്ല, പോയിക്കോളൂ. ഞാൻ ഇപ്പൊ തന്നെ വൈകി, ഇരുട്ടുന്നതിന് മുമ്പ് മഠത്തിലെത്തണം. എന്താടാ, എല്ലാം ഓക്കെ ആണോ? എല്ലാം ഓക്കെ. പരമാവധി ഞാൻ ലേറ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ അവർ വരും. എന്ന സമയങ്ങൾ എന്താ? വേഗം പോവാ.
നടക്കും. എന്താ റിയാസേ? വന്നെടുത്തു വന്നെടുക്കടി. എന്തിനേ തരൂല. ആടി
വാടി, നീ എന്തിനാണ് കാണിക്കണത്? വാടി. വേണ്ടേ? വേണ്ടല്ലേ? നിനക്കിനി വേണ്ടല്ലോ. എൻ്റെ കർത്താവേ, ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി? എൻ്റെ ഈശോയെ, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ തെരേസ രാത്രിയിൽ? ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ തന്നെ വന്നത് ഫാദർ. കാര്യം എന്താണെന്ന് പറയൂ. സിസ്റ്റർ അനീറ്റയെ ആരോ ഉപദ്രവിച്ചിരിക്കുന്നു. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? അനീറ്റയ്ക്ക് ഇപ്പോൾ വിശ്രമവും പരിചരണവുമാണ് ആവശ്യം. തൽക്കാലം അതിനുള്ള ഏർപ്പാട് ചെയ്യുക. അനീറ്റ, നിനക്ക് എന്താണ് പറ്റിയത് മോളെ? എന്താണെങ്കിലും ഒന്ന് പറയേ. പറ അനീറ്റ, ആരാ നിന്നെ ഉപദ്രവിച്ചത്? ആരാണെങ്കിലും ഒന്ന് പറ. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയും മോളെ. ചികിത്സാലയത്തിൽ നിന്നിറങ്ങി നീ എങ്ങോട്ടാ പോയത്? ആരുടെ കൂടെ പോയത്? ഇനിയെങ്കിലും നീ അത് പറയാതെ വയ്യ കുട്ടി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ എന്താ ഉണ്ടായത്? എനിക്കതറിയണം. എനിക്കതറിഞ്ഞേ പറ്റൂ.
റിയാസേ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ആ എനിക്കെങ്ങനെ അറിയാം? അവളങ്ങനെ വല്ല കംപ്ലൈന്റ് കൊടുത്താ നമ്മളെ പോലീസ് പിടിക്കൂലേ? ഒന്നും ഉണ്ടായിരിക്കടാ, അവളൊന്നും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ പോലുള്ള. എങ്ങാനും കൊടുത്താ പിന്നെ മരിച്ചാ മതി. സഭയോടെ കളിച്ചിരിക്കണേ, അതാണ് എന്റെ പേടി. എന്തായാലും പോലീസുകാർ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഒരു പോൺ സൈറ്റുകാർക്ക് വിട്ടിട്ടുണ്ട്. എന്ത് വൃത്തിയാടാ നീ കാണിച്ച? ആഹാ, അതുകൊള്ളല്ല. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തതിൻ്റെ അത്രയും വലിയ വൃത്തിയാണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല. ഒരു മനസ്സമാനല്ലോ എന്റെ ദൈവമേ. ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട, നീ എഴുന്നേറ്റേ. ഒന്നും സംഭവിക്കാൻ പോലുള്ള, വാ. കുർബാനയ്ക്ക് സമയമായിട്ടും അനീറ്റയെ കണ്ടില്ലല്ലോ. എന്നാ ഞാൻ പോയി വിളിക്കട്ടെ സിസ്റ്ററെ? വേണ്ട, അവളെ വിളിക്കേണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഹലോ ഹലോ, നീ എവിടെയാ? എടാ, നിന്നോട് പറയാൻ സമയം കിട്ടിയില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ അമ്മായിയുടെ വീട് വരെ ഒന്ന് വരേണ്ടി വന്നു. ഞാൻ വിവേകനെ വിളിച്ചിരുന്നു, അവന്റെ ഫോണും സ്വിച്ച് ഓഫ്. ആണോ? ഞാനൊരു കാര്യം പറയാൻ നീ തെറ്റിദ്ധരിക്കരുത്. നീയും എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാൽ നന്നായിരുന്നു. ഓഹോ, അപ്പം നിങ്ങൾ മനഃപൂർവ്വം മാറി നിന്നാണല്ലേ? ശരി. സൈക്കിളിന്റെ ചെയിൻ പൊട്ടി പോയി, ഒന്ന് ശരിയാക്കി തരുമോ? ആ, അങ്ങോട്ട് കയറിയിരിക്കും. നീ കണ്ടോ സെന്റ് ആൻസ് കോൺവെന്റിലെ സിസ്റ്റർ വീഡിയോ? ഇല്ല. സൂപ്പർ സാധന, കണ്ടു നോക്ക്. കൊള്ളാല, സൂപ്പർ സാധനമുള്ള.
പൊളിച്ചുണ്ട്. കൈമാറ്റി. ദാ കഴിഞ്ഞു, ഒന്ന് ചവിട്ടി നോക്കിയോ. ഒരു മിനിറ്റ് ഇക്ക, ഇതൊന്ന് കണ്ടേട്ടെ. ആയിക്കോട്ടെ. ഇക്ക ഇക്ക കണ്ടിരുന്നോ നമ്മുടെ കന്യാസ്ത്രീയുടെ വീഡിയോ? ഡാ ഒന്ന് കാണിച്ചു കൊടുക്കും. ആ ശരി ഇക്ക. ഹലോ, എടാ റിയാസെ, ഞാനാ കൃഷ്ണകുമാർ. നീ ഇപ്പൊ പ്രശ്നം ഉണ്ടെന്നറിയാൻ വിളിച്ചാണല്ലേ? ഞാൻ വിളിക്കുമ്പോ നീയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. എനിക്കിപ്പോ സൗകര്യം ഇല്ലടാ നിന്നോടൊന്നും സംസാരിക്കാൻ. വെച്ചിട്ട് പോടാ. റിയാസെ, അതല്ലടാ. എന്തല്ലാന്ന് നീ അവനോട് പറഞ്ഞേക്ക്. അവനെടുത്ത വീഡിയോ ഇവിടെ സകല അവന്മാരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന്. പോലീസ് പിടിക്കുമ്പോ അതിനും കൂടെ ചേർത്ത് സമാധാനം പറയാൻ. ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്താ വർഗീസേ, എന്താ ഉണ്ടായത്? ആഹാ, എന്താ ഉണ്ടായിരുന്നോ? ദേ എല്ലാം അറിഞ്ഞിട്ട് ഒരുമാതിരി പൊട്ടങ്ങളെ എൻ്റെ അടുത്ത് കാണിക്കരുത്. സമുദായത്തിന് മുഴുവൻ ചീത്തപ്പനുണ്ടാക്കിയിട്ടും നിങ്ങളവിടെ മടത്തിൽ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണോ? ആരുടെ കാര്യ വർഗീസ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിച്ചാളുടെ വീഡിയോ കാണിച്ചു തരാം. അത് കണ്ടാൽ സിസ്റ്റർക്ക് ബോധ്യമാവുമല്ലോ. സിസ്റ്റർ അനീറ്റയെ പുറത്താക്കണം. സഭയുടെ മാനം കാക്കണം. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് വരും അരമനയിലേക്ക്. വർഗീസ് ഒന്ന് ക്ഷമിക്കേ, വേണ്ട പരിഹാരം ഞങ്ങൾ ചെയ്തോളാം. എന്താ എന്താ തെരേസ? കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഫാദർ. എനിക്ക് ചികിത്സാലയത്തിൽ ഇരിക്കാൻ വയ്യാതായിരിക്കുന്നു. എന്താ ഉണ്ടായെന്ന് പറയൂ. അനീറ്റയുടെ ഏതോ വീഡിയോ നാട്ടിലാകെ പ്രചരിച്ചിട്ടുണ്ട്. ആ വർഗീസ് ചികിത്സാലയത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അനീറ്റയെ മഠത്തിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെ അയാൾ പറയുന്നത്. പുറത്താക്കണമെന്ന്? എന്നിട്ട് അനീറ്റ എങ്ങോട്ട് പോകും? അനീറ്റയ്ക്ക് മാതാപിതാക്കളോ ബന്ധുക്കളോ ആരുമില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ? പക്ഷെ ഫാദർ, ആ വീഡിയോ പ്രശ്നമാവില്ലേ? ഏത് വീഡിയോ? അങ്ങനെയൊന്ന് തെരേസ കണ്ടോ? ഞാനും കണ്ടിട്ടില്ല. കാണാത്തൊന്നും വിശ്വസിക്കേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഇല്ലാന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. തെരേസ പോയിക്കോളൂ, ഒന്നും സംഭവിക്കില്ല. അയ്യോ സിസ്റ്ററെ, എനിക്കറിയില്ലായിരുന്നു ഇത് ഏതാ ക്ലിപ്പെന്ന്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഏതോ അവന്മാർ അയച്ചതാ. സത്യമായിട്ടും ഞാൻ അറിയാതെ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടതാ. സിസ്റ്റർ എന്നോട് ക്ഷമിക്കണം. റിയാസേ,
നിന്റെ കൂടെയുള്ള കച്ചറകളൊന്നും കാണാനില്ലല്ലോ. അവന്മാർ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയിരിക്കുക. അവർക്കും അത്യാവശ്യം. എന്തായാലും പണിക്കൊന്നും പോകാൻ വഴിയില്ല. എന്ന് വരും? അവർ 2 ദിവസം കഴിഞ്ഞേ വരൂ. റിയാസേ, ഒന്ന് വന്നേടാ. എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? പോയ സ്ഥലത്ത് തന്നെ കൂടായിരുന്നില്ലേ? സോറി റിയാസേ, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയത്. ഞാനാണ് ഇവനോട് മാറിയിക്കാൻ പറഞ്ഞത്. പിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവന്റെ ഒരു ഫ്രണ്ട് അന്വേഷിച്ചപ്പോ അവള് പോലീസിൽ അറിയിച്ചിട്ടില്ലെന്ന് അറിഞ്ഞു. കൊള്ളാം, ഒരുമിച്ചൊരു പണിക്ക് ഇറങ്ങിയിട്ട് എന്നെ ബലിയാടാക്കിയല്ലോ. എടാ, ഞാൻ അന്നേ പറഞ്ഞല്ലേ അവള് കംപ്ലൈന്റ് ഒന്നും കൊടുക്കൂലെന്ന്. അവള് ശരിക്കും നമ്മളെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെയല്ലേ നമ്മൾ 3-നെയും അവള് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. എന്നാ അവളുടെ ഓർമ്മയും പോതൊക്കെ നശിച്ചിട്ടുണ്ടാവും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവള് കംപ്ലൈന്റ് കൊടുക്കാഞ്ഞേ. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ദൈവമേ, നീ രക്ഷിച്ചു. റിയാസെ, പറ്റിപ്പോയി. നിന്നോട് പറയാതെ ഞങ്ങൾ പോയത്. പക്ഷെ അത് എന്താണ്, നീ ഞങ്ങൾ വിളിച്ചാൽ വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ നീ പറ, നീ വരുമായിരുന്നാ? പറയടാ. എന്താണ് എനിക്കൂടെ കാര്യം? എന്താണ് വന്ന് കട? ഒന്നുമില്ല, ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിനക്ക് ഇവിടെ നിന്ന് തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂടാ. പോടാ, പോ 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 പോടാ. ഇവനെവിടെ? മാന്യന്മാർക്ക് കുടുംബമായിട്ട് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല. എന്താണ് ഇത്? ഒന്നുമില്ല. നിനക്ക് ഈ വാതിക്ക് വന്ന് തന്നെ തുണി ഒരിക്കണല്ലേ? ഓ, ഇപ്പൊ അതായി കുറ്റം. റിസൾട്ട് പോസിറ്റീവാണ്. ഷീ ഈസ് പ്രഗ്നന്റ്. ഒന്നിനെ കുറിച്ചും നീ ആലോചിക്കണ്ട. എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് സമാധാനിക്ക്. ഈശോ.
എടാ റിയാസേ, നീ വേഷം ഇട്ടിട്ടെ, നമുക്ക് ഈ ഫുള്ളാ കാട്ടി പോയിരുന്ന് അടിക്കാം. വന്നേ. ആ ഒന്ന് പാടാ. നിങ്ങൾ പൊയ്ക്കോ, എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട്. നിനക്കിതുവരെ ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ? എനിക്ക് ഒരു പിണക്കവും പണിയുണ്ട്, അതാ. എടാ നിനക്കറിയാലോ, ഗൾഫിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ ഏജന്റ് ഈ മാസം ശരിയാക്കാം അടുത്ത മാസം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു അവധി പറയുമ്പോഴും അയാൾക്ക് കൊടുത്ത കാശിന്റെ പലിശ മുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കണം എൻ്റെ അച്ഛൻ. ഞാൻ പഠിച്ച പണി എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അച്ഛനായി ചെയ്യുന്നത്. ഞാനാ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തത്. പോലീസ് എങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്താനെ. പേടിച്ചിട്ട് ഓടിപ്പോയതാണ് ഞങ്ങള്. നീ അതൊന്നും മനസ്സിലാക്ക്. ഇതൊന്നും ഓർക്കാതാടാ ഞാൻ ആ കടുങ്കൈ ചെയ്തത്. ഇനി ഒരിക്കലും ഒരു പെണ്ണിനോടും ഞാൻ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയില്ല. എൻ്റെ അച്ഛൻ ദിവസം പൂജിക്കുന്ന ദേവിയാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ജയിലിൽ പോയി കിടന്നേനെ. നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് നീയൊക്കെ പറയണത്? എടാ ഒന്നും മാറി എന്നുള്ള സത്യമാണ്. പക്ഷെ അവളൊരു പരാതിയും പറയുന്നത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഇതൊരു സുഖമുള്ള ഏർപ്പാട് തന്നെയാണ് മോനെ. ഒതുക്കത്തി കിട്ടിയാ ഇനി ഞാൻ പണി കൊടുക്കും. നീ വാറിയാസ, നമുക്ക് ഈ ഫുള്ള് തീർക്കാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല. അനീറ്റ, നമുക്കൊരൽപ്പം നടന്നാലോ? നമുക്കെല്ലാം നോക്കണമല്ലോ അനീറ്റ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നമുക്കിത് അബോർട്ട് ചെയ്യാം. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഭ്രൂണഹത്യ പാപമല്ലേ സിസ്റ്റർ? പിന്നെ എന്താ നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടത്? ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല. കർത്താവിൻ്റെ തീരുമാനം എന്താണെങ്കിലും അതേ നടക്കൂ. എൻ്റെ വയറ്റിലൊരു ജീവനുണ്ടെങ്കിൽ ഞാൻ അതിനെ പ്രസവിക്കും. കന്യകയല്ലാത്ത എനിക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റില്ല എന്നറിയാം. ഞാനായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു നാണക്കേടുണ്ടാക്കില്ല. എല്ലാം കർത്താവിൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ. ആ ഇരിക്കും. എന്താ വിശേഷിച്ച്? ചികിത്സാലയത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ? അതെല്ലാം നന്നായി പോകുന്നു ഫാദർ. അനീറ്റയുടെ കാര്യത്തിൽ ഇനി എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അബോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല ഫാദർ. നമ്മൾ എന്ത് പരിഹാരമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഫാദർ? ആലോചിച്ചിട്ട് എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. തെരേസ ഇപ്പോൾ പൊയ്ക്കോളൂ. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് പറയട്ടെ എന്താ ചെയ്യേണ്ടത്.
ഇവളെന്താണ് ഈ വേഷത്തില്? സഭയെന്ന് പുറത്തായി കാണും. ഇനിയിപ്പോ നാട്ടുകാരുടെ പാടായിരിക്കും. പോണ റോട്ട് കണ്ടില്ലേ? എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നത്? നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ. വൃത്തികെട്ടവള്. സഭക്ക് ചീത്തപ്പരുണ്ടാക്കിയിട്ട് അവൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഈ മരുന്നുകളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയാൽ മാത്രം പോരാ, കൃത്യമായിട്ട് കഴിക്കണം, എന്നാലേ ഭേദമാകൂ. കഴിച്ചോളൂ. അനീറ്റ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വേറെ എങ്ങോട്ട് പോവാനാ സിസ്റ്റർ? ഇവിടുത്തെ ജോലി ചെയ്യാനെങ്കിലും എന്നെ അനുവദിച്ചൂടെ? ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നതെന്ന് അനീറ്റയ്ക്ക് നന്നായിട്ട് അറിയാലോ. ഇനി മുതൽ ദാ ആ സിസ്റ്ററിനെയാണ് ഇവിടെ നിർത്താൻ നിർദ്ദേശം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും ആലോചിക്കണമായിരുന്നു. അനീറ്റയുടെ അവസ്ഥയ്ക്ക് കാരണം അവനവൻ തന്നെയല്ലേ. സിസ്റ്റർ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? അബോർഷൻ ചെയ്യുന്നതല്ലേ കുറ്റം? അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പാപമല്ലേ? ഇവിടെ ഇങ്ങനെ നിന്ന് നാട്ടുകാരെ കൊണ്ട് അതും പറയിക്കാതെ അനീറ്റ പോയിക്കോളൂ. ഇവിടെ എവിടെയെങ്കിലും കിടക്കാനെങ്കിലും ഒരിടം തരുമോ? കിടക്കാൻ ഇടം തരാൻ ഇതെന്താ ലോഡ്ജാണോ? നിന്ന് സമയം കളയാതെ ഒന്ന് പോയി തരാമോ? വിഷമിക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ. ഒരാൾ കൂടി കിടക്കാനുള്ള ഇടമൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. വാ മോളെ, വാ. മോളെ, ഇതാണ് എൻ്റെ വീട്. സൗകര്യങ്ങളൊക്കെ കുറവാണ്. ദേ, ആ കാണുന്ന പശുക്കളും കോഴികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. മോൾക്ക് ഇവിടെ എത്ര നാൾ വേണമെങ്കിലും കഴിയാം. സ്വന്തം വീട് പോലെ കഴിയാം. മോളെന്തിനു കരയണത്? ഒരു തേവിടിച്ചിയുടെ വീട്ടിൽ കഴിയേണ്ടി വന്നുള്ള സങ്കടം കൊണ്ടാണ്. എനിക്ക് ആരുമില്ല സുശീലടുത്ത്. എനിക്കും ആരുമില്ല. മോള് കരയണ്ട, വാ നമുക്ക് അകത്തേക്ക് പോവാം.
സുശീലെടുത്തി. സുശീലെടുത്തി. സുശീലെടുത്തിയേ. ഇതാരാണ് ഈ നേരത്ത്? ശോ. എന്താടാ ഈ നേരത്ത്? സുശീലെടുത്തി, നിങ്ങ പുതിയൊരു സാധനത്തിനെ കൊണ്ടുവന്നിട്ടല്ലേ? ഞാൻ അത് കേട്ട് വന്നേനട്ടാ. ഇപ്പൊ കേറാൻ പറ്റൂ? റേറ്റ് എത്രയാണ്? ഒരു ഗർഭിണിക്കാണ് ഞാൻ ഇവിടെ കിടക്കാൻ ഇടം കൊടുത്തത്, അല്ലാതെ അവളിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നിന്റെ ഒക്കെ കൂടെ കിടത്താനല്ല. ഓ, കാശ് ഇത്തിരി കൂടുതലാണെങ്കിൽ അത് പറ. എനിക്ക് ഗർഭിണികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇറങ്ങി പോടാ പട്ടി. ഇനി ഇവിടെ നിന്നാ വെട്ടി ഇറക്കും ഞാൻ. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്റെ വാതിൽ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുത്തം വന്ന് മുട്ടുന്നത്. മോളിതൊന്നും കാര്യമാക്കണ്ട, വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ. സുശീലെടുത്തി എപ്പോ എണീറ്റു? ഞാൻ എഴുന്നേറ്റിട്ട് കുറെ നേരമായി. ഞാൻ നോക്കുമ്പോ മോള് നല്ല ഉറക്കം. അതാ പിന്നെ വിളിക്കാതിരുന്നത്. ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു ഞാൻ. വെളുപ്പിന് എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയതാ. എടുത്ത് ഇന്നും ഈ നേരത്തെ എണീക്കുവോ? എണീക്കാതെ വയ്യല്ലേ മോളെ. രാവിലെ തന്നെ എഴുന്നേറ്റാലല്ലേ ഈ തൊഴുത്തിലെ പണിയൊക്കെ തീർത്ത് ഈ മുട്ട കൊണ്ടേ കൊടുത്ത് കാശാക്കാൻ പറ്റൂ. എനിക്കാണെങ്കിൽ നടക്കാനും ഇരിക്കാനും പറ്റാത്ത വേദന, ദേഹം മുഴുവൻ. എന്നാ മുട്ട ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. സുശീലെടുത്തേക്ക് വയ്യാത്തതല്ലേ? വേണ്ട മോളെ, മോൾ ആ കവലയിലോട്ട് ചെന്നാ മോളെ തിന്ന് തീർക്കാൻ പറ്റിയ കുറെ മാന്യന്മാരുണ്ട് അവിടെ. എന്റെ മോള് പോവണ്ട. ചേച്ചി ഇങ്ങ് മാറിയേ, ഞാൻ എടുത്തുകൊണ്ടുപോയി കൊടുത്തോളാം. ഇങ്ങനെ പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങ് മാറിയേ. എന്ത് പറയാനാ ഓരോരുത്തരുടെ കാര്യങ്ങളെ. എന്തായാലും നീ ചെന്ന് കയറിയ സ്ഥലം കൊള്ളാം. സുശീല വീണ്ടും ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു, സത്യാണോ? എങ്കി പിന്നെ എന്തിനാടി നീ ഇങ്ങനെ മുട്ട കെട്ടിപ്പറിക്കാൻ നടക്കണത്? നാട്ടുകാരെ ചോദിച്ച പറയാൻ വല്ല പണിയും വേണ്ടേ? ഹാ, എല്ലാവരും മുട്ടക്കച്ചവടാണല്ലോ. സുശീല എവിടെ? സുശീലടുത്തേക്ക് തീരെ വയ്യ. നാട്ടുകാർ പലതും പറയും, മോളത് കാര്യാക്കണ്ട. എന്താവശ്യത്തിനും വർഗീസരുണ്ടാവും. മോളുള്ള ആത്മാർത്ഥം കൊണ്ട് ചോദിക്കുന്നതാ. സത്യത്തിൽ ആരാ നിന്നെ പീഡിപ്പിച്ചത്? അവൻ ആരാണെങ്കിലും പറയേ. പറഞ്ഞ ചേട്ടൻ എന്ത് ചെയ്യും? ചേട്ടാ, എല്ലാ ആണുങ്ങളിലും ഉണ്ട് ഒരു റേപ്പിസ്റ്റ്. അത് നിങ്ങളുടെയൊക്കെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും സ്വപ്നത്തിലൊക്കെ ഉണ്ട്. എന്നെ പീഡിപ്പിച്ച കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് എനിക്കിനി ഒന്നും നോക്കാനില്ല. എല്ലാത്തിൻ്റെയും പേര് ഞാൻ പറയും. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ചേട്ടൻ ആ മുട്ട എടുത്തിട്ട് ആ ബാസ്ക്കറ്റിങ് താ, എനിക്ക് പോണം. നിനക്ക് എന്തറിയാസ പറ്റിയത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം.
ഏറ്റവും വലിയ പാപമാണ് നമ്മൾ ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യുന്ന നീ പറയണത്? ആ കന്യാസ്ത്രീയോട് കാണിച്ച ക്രൂരത എന്താണെന്ന് നമ്മുടെ ഉമ്മയ്ക്കോ പെങ്ങൾക്കോ അത് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. പിന്നെ അങ്ങനെ എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരായ പിന്നെ കല്യാണം പോലും കഴിക്കാൻ പറ്റൂല. ഒരു പോടാപ്പ. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് നീ പറയണത്? നമ്മളാ അവളുടെ ജീവിതം ഇല്ലാതാക്കിയത്. കർത്താവിന്റെ മണവാട്ടിയാവാൻ വന്നവളെ ഇന്ന് നാട്ടുകാർ കുത്തിപ്പറിക്കുക. നമുക്കല്ലടാ അതിന്റെ ഉത്തരവാദിത്തം. അതിന് നമ്മൾ എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ്? ഞാൻ തീരുമാനിച്ചു. എന്ത്? എനിക്ക് അവളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കേ? എടാ റിയാസെ, കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങോട്ട് മറക്കടാ. എന്നിട്ട് പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കും. ഇതൊരുമാതിരി മറക്കാം. പക്ഷെ നമ്മുടെ ആരുടെയോ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. അതും കൂടെ എങ്ങനെ മറക്കണമെന്ന് നീയൊക്കെ പറഞ്ഞു തന്നാ മതി. നീ എന്താ പറയണത്? അവള് ഗർഭിണി വന്നാ ഇനി വല്ല ഗർഭ സത്യാഗ്രഹം നടത്തോ? എന്റെ ദൈവമേ. എടാ അവളുടെ ഉദ്ദേശം എന്താന്ന് എനിക്കൊരു പിടിയും കിട്ടാനുള്ള. കഷ്ടപ്പെട്ട് ആലോചിക്കണ്ട. അതുകൊണ്ടാ പറഞ്ഞത് അവളെ ഞാൻ തന്നെ കെട്ടിക്കോളാന്ന്. എടാ റിയാസ്, നീ അവിവേകം ഒന്നും കാണിക്കല്ലേ. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എനിക്ക് അവളെ കൈവിടാൻ വയ്യ. അതല്ലടാ, നമ്മൾ 3 പേര് ഉപയോഗിച്ച പെണ്ണ്. നമ്മളിൽ ആരാ അവളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പോലും അറിയില്ല. നാട്ടുകാരറിഞ്ഞ നാണക്കേടല്ലടാ. വേണ്ട, നീ അത് വിട്ടുകളാ. എനിക്കൊരു തന്നെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ അവളെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. എനിക്ക് എന്റെ തെറ്റ് തിരുത്തി അവളെ സംരക്ഷിക്കണം. ദീപം 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 ഈശ്വര ഈശ്വര. സുശീലടത്തി, സുശീലടത്തി. ഹോ, കഞ്ഞി കുടിക്കാനും സമ്മതിക്കൂലല്ലോ. ഏതവനാണ് അത്? എന്താണ് ഈ നേരത്ത്? എനിക്ക് അനീറ്റ ഒന്ന് കാണണമായിരുന്നു. ഈ നേരത്ത് ഇപ്പൊ അവളെ കണ്ടിട്ട് നിനക്ക് എന്താണ് ഇത്ര അത്യാവശ്യം? എനിക്കൊരു കാര്യം പറയാനാ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ചോണ്ട് രാത്രി കാര്യം പറയാൻ വന്നിരിക്കണം. കാണലും കാര്യം പറയലൊക്കെ പകലി. നീ ഇപ്പൊ പോ, എന്നിട്ട് നാളെ വാ. എടാ, നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വന്നു. ശല്യങ്ങൾ. എവിടെ പോയതാടാ? പാതിരാത്രി കള്ളും കുടിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഉമ്മയുണ്ടെന്നുള്ള ബോധം വല്ലതും ഉണ്ടോ നിനക്ക്? നിനക്കെന്താ, സുഖമില്ലേ? കഞ്ഞി ആറി തണുത്ത് കാണും. ഞാൻ ചൂടാക്കാം. ചൂട് കഞ്ഞി കുടിച്ചിട്ട് കിടക്ക്. എനിക്ക് വേണ്ട. അപ്പൊ നീ വരുന്നത് വരെ ഞാൻ കഞ്ഞി കുടിക്കാതിരുന്ന എന്തിനാടാ? ഒന്നേ ഉള്ളെന്ന് കരുതിയിട്ടാ ഞാൻ പട്ടിണിക്കിരിക്കുന്നേ. ആ വിചാരമൊന്നും നിനക്കില്ലല്ലോ.
റിയാസ് എന്താ ഇവിടെ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് ഞാൻ നിന്നെ കെട്ടിക്കോളാം. അതിന് എന്റെ സമ്മതം കൂടെ വേണ്ടേ? അല്ലേലും സമ്മതം ചോദിക്കാതെ കീഴ്പ്പെടുത്തല്ലേ നിങ്ങളുടെ രീതി? അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട. എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്നും കരുതണ്ട. ഞാൻ ജീവിക്കും. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അത് വേണ്ട റിയാസെ. എല്ലാം മനസ്സിലാക്കി എന്നെങ്കിലും ഒരാൾ വന്ന എനിക്കിഷ്ടപ്പെട്ട ഒരുപക്ഷെ ഞാൻ കല്യാണം കഴിച്ചെന്ന് വരാം. ചിലപ്പോൾ ഈ ജീവിതത്തിൽ ഒരു തുണ ഇല്ലാതെയും വരാം. എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഉറപ്പാ, എനിക്ക് പോലും വേണ്ട നിന്നെയൊക്കെ.